ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. ഡബ്ലിൻ ബള്ളു വേൾഡിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ ഒരു ദിവസം എൻ്റെ ഒരു സാക്ഷ്യം പോലെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ കൃപാസനത്തിൽ നമ്മളെല്ലാവരും ഉടമ്പടി എടുക്കാറുണ്ട് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടില്ലേ. സോ പല റീസൺസ്, മേ ബി കല്യാണം നടക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, ജോലി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്, അങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉടമ്പടി എടുക്കാറുണ്ട്. സോ അതുപോലെ തന്നെ OET എക്സാം എഴുതി പാസ്സാവാനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. ഉടമ്പടിയിലൂടെ കാര്യങ്ങൾ സാധിച്ച് കിട്ടാറുണ്ട് പലർക്കും അല്ലേ. സോ റീസെൻ്റായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഒരുപാട് പ്രാവശ്യം, ഒരു 7 പ്രാവശ്യത്തിൽ കൂടുതൽ OET എഴുതി. നമുക്ക് തന്നെ അറിയാം, 7 പ്രാവശ്യമൊക്കെ OET എഴുതുന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു പൈസ അതിന് ചിലവുണ്ട്, പ്ലസ് ട്രെയിനിങ്, അതുപോലെ തന്നെ ഒരു എഫേർട്ട് ഒക്കെ അല്ലേ. അപ്പം ഒരുപാട് പ്രാവശ്യം OET ഒക്കെ എഴുതി പാസ്സാവാതെ ഞാനുമായിട്ട് കോൺടാക്ട് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു, കൃപാസനത്തിൽ പോയിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഉടമ്പടി എടുക്കുകയും അതുപോലെ തന്നെ ഉടമ്പടിയിലായിരുന്നുകൊണ്ട് പരീക്ഷ എഴുതി വളരെ നല്ലൊരു വിജയത്തോടു കൂടി മുന്നോട്ട് വരാൻ കഴിഞ്ഞു എന്നുള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. സോ ഒരുപാട് പേര് പറയാറുണ്ട്, കൃപാസന ഉടമ്പടി എടുത്ത് കുറേ നാളുകളായിട്ട് മുന്നോട്ട് പോയിട്ടും കൃപാസന ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു നിയോഗങ്ങളും സാധിച്ചു കിട്ടില്ല എന്നൊക്കെ പറയാറുണ്ട്. സോ നമ്മൾ കൃപാസന ഉടമ്പടി എടുക്കുന്ന സമയത്ത് അത് എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് പാലിച്ചു പോകുന്നു, അതിൻ്റെ അകത്തെ കാര്യങ്ങൾ എത്രമാത്രം നമ്മൾ നന്നായിട്ട് ചെയ്യുന്നതിനൊക്കെ ആശ്രയിച്ചിരിക്കും നമുക്ക് വരുന്ന റിസൾട്ട് ആക്ച്വലി. സോ നമ്മൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാകുന്നത് കൃപാസന ഉടമ്പടിയിലൂടെ. സോ എൻ്റെ ഞാനത് സംസാരിച്ചപ്പോൾ, ആ ഒരു കാര്യം സംസാരിച്ചപ്പോൾ അവർ ഒരു ഇതും കൂടാതെ തന്നെ അത് അക്സെപ്റ്റ് ചെയ്തു. അവർ കൃപാസന ഉടമ്പടി എടുത്ത് ഇപ്പം എക്സാം പാസ്സായി വിദേശത്തേക്ക് പോകുന്നതിനുള്ള പ്രോസസ്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ ഈ OET പരീക്ഷ എഴുതുന്ന പോലെ IELTS പരീക്ഷ എഴുതുന്ന, PT പരീക്ഷ എഴുതുന്ന ഒരുപാട് പേര് ഇങ്ങനെ നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. കാരണം ഉടമ്പടി എടുത്തിട്ടും ഉടമ്പടിയിൽ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട്. സോ അങ്ങനെ അവർക്ക് പറയാൻ വേണ്ടിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഉടമ്പടിയിലായിരിക്കുക, ഉടമ്പടിയിലെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ പാലിച്ചു പോകുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും നമ്മൾ ടൈമിംഗ് ഒക്കെ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു കിട്ടാതിരിക്കത്തില്ല. സോ ഇത്രയും നല്ലൊരു ഒരു സാക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യണം എന്ന് തോന്നിയതാണ് ഞാൻ ഇന്ന് വന്നത്. സോ നല്ലൊരു ചിന്തയോട് കൂടി നമ്മൾക്ക് ഇന്നത്തെ ദിവസം തുടങ്ങാം. എല്ലാവർക്കും വലിയൊരു ദിവസം ആശംസിക്കുകയാണ്. കൃപാസന മാതാവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ.